ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ. ദയവായിട്ടിരുന്നാട്ട്. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ചിന്തയിലേക്ക് ഞാൻ ഇന്ന് രാത്രി കടക്കുവാൻ ആഗ്രഹിക്കും. നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് എബ്രായലേഖനം 10-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുന്നത്. എബ്രായലേഖനം 10-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് നമ്പർ 19 to 25, 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അതിൽ പ്രധാനമായിട്ട് നമ്മളെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇതാണ്: ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം നമുക്ക് ഒരു വലിയ പദവി തന്നു. അതുകൊണ്ട് നമ്മൾ നിൽക്കുന്നത് ഇന്ന് കൃപാസനത്തിലാണ്. പ്രധാനമായിട്ട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ വെളിപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരിക്കൽ കൂടെ അതിൻ്റെ വേഴ്സ് 22, 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ലെറ്റ് us draw near. നമ്മൾ അടുത്ത് ചെല്ലുക. ലെറ്റ് us draw near. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ അനേക കാര്യങ്ങൾ ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കുവാൻ ഇടയായിത്തീർന്നു. അതല്ലാതെ 3 കാര്യങ്ങൾ. ഒന്ന്, ലെറ്റ് us draw near. എങ്ങോട്ടാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ചെല്ലുക. വേഴ്സ് 22, വേഴ്സ് 23, 23. ലെറ്റ് us hold fast faith. പ്രത്യാശ മതി. പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചോളുക. നമുക്കറിയാം അവിടെ ഫെയ്ത്ത് എന്നുള്ള വേർഡിന് ഹോപ്പ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യേണ്ടത്. ലെറ്റ് us hold fast hope. പ്രത്യാശയെ നാം മുറുകെ പിടിച്ചോളുക. ഇന്ന് രാത്രി 3-ാമത്തെ വിഷയത്തിൽ നമ്മൾ കടന്നു വരികയാണ്. അതിനാധാരമായിട്ട് വേഴ്സ് 24, God. 3-ാമത്തെ വിഷയം, ലെറ്റ് us not forsaken the assembly. Let us not forsaken the assembly. Verse 24. ഇന്ന് രാത്രി നമ്മൾ പ്രധാനമായിട്ട് 24, 25 വാക്യത്തിൽ കൊണ്ടായിരിക്കും ചിന്തിക്കുന്നത്. ഒരിക്കൽ കൂടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ശക്തിയോടെ ഒരിക്കൽ കൂടെ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വേഴ്സ് 24 and 25, 24, 25 വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ട്. പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ദാസൻ കൊടുക്കുന്ന 3 ഉപദേശങ്ങളെയാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. 3 പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ. അതിൽ ദ ഫസ്റ്റ് പോർഷൻ 25-ാമത്തെ വാക്യപ്രകാരം പറയുന്നു. 24-ന്റെ ലാസ്റ്റ് പോർഷൻ, തമ്മിൽ സഭായങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ലെറ്റ് us consider one another. അത് ലാസ്റ്റ് പോർഷൻ ഒന്ന് നോട്ട് ചെയ്താട്ട്. ലെറ്റ് us consider one another. എന്തിന്? സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിക്കണം. ലെറ്റ് us consider one another. ബ്രാക്കറ്റിൽ കൊടുത്താട്ട് ലവ് ആൻഡ് ഗുഡ് ഡീഡ്സ്. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും. രണ്ടാമത്തത് തമ്മിൽ പ്രബോധിപ്പിക്കുക. Let us exhort one another. Let us exhort one another. തമ്മിൽ പ്രബോധിപ്പിക്കുക. മൂന്നാമതായിട്ട് let us not forsake the assembly. സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. Let us not forsake the assembly. പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. ഇതിൽ 2 കൂട്ടം കാര്യങ്ങളെ നമ്മൾ ഇത് 3ഉം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ഇതിനകത്ത് വളരെ ആവശ്യമെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരസംബ്ലി, ഒരു സഭായോഗം. കാരണം ഈ പറയപ്പെട്ട 3 കാര്യങ്ങളും നടക്കേണ്ട ഒരു സ്ഥലമാണ് സഭായോഗം. അങ്ങനെയെങ്കിൽ പ്രത്യേകമായിട്ട് ഈ 24, 25 വാക്യം വെളിപ്പെടുത്തുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ദ നീഡ് ഓഫ് എ ലോക്കൽ ചേർച്ച്. ഒരു പ്രാദേശിക സഭയുടെ ആവശ്യകത. ദ നീഡ് ഓഫ് എ ലോക്കൽ ചേർച്ച്. ഒരു പ്രാദേശിക സഭയുടെ ആവശ്യകത. 2, ദ നെസസിറ്റി ടു ബി ഫെയ്ത്ത്ഫുൾ ടു എ ലോക്കൽ ചേർച്ച്.
ആ പ്രാദേശിക സഭയിൽ വിശ്വസ്തരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത. The necessity to be faithful to a local church. പ്രാദേശിക സഭയിൽ വിശ്വസ്തരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത. നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് 24-ാമത്തെ വാക്യം വായിച്ച പ്രകാരമാണ്. ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. അപ്പോൾ ഉപേക്ഷിക്കരുത്, നിങ്ങൾ തള്ളിക്കളയരുത്. നിങ്ങൾക്കറിയാം ഏത് സാഹചര്യത്തിലാണോ ദൈവദാസൻ ഇവിടെ ലേഖനം എഴുതുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, ഈ എബ്രായ വിശ്വാസികൾ ഒത്തിരി പ്രതികൂലങ്ങൾ കൂടെ കടന്നുപോയവരാണ്. ഒത്തിരി പ്രയാസം അവരനുഭവിക്കേണ്ടതായിട്ട് വന്നു. അവർ എന്ത് ചെയ്യേണ്ടി വന്നു? വിശ്വാസത്തിന് വേണ്ടി തങ്ങളുടെ വീടുകൾ വരെ കൊടുക്കേണ്ടതായിട്ട് വന്നു. ഒരു വലിയ ത്യാഗപൂർണ്ണമായിരിക്കുന്ന ജീവിതം നയിച്ചതായിരിക്കുന്ന എബ്രായ വിശ്വാസി അഥവാ എബ്രായ വിശ്വാസിയായിട്ട് ജീവിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ പലവിധമായിരിക്കുന്ന നഷ്ടങ്ങൾ അവരനുഭവിക്കേണ്ടതായിട്ട് വരും. ഇപ്രകാരം നഷ്ടം അനുഭവിക്കുന്നതായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ നഷ്ടം അനുഭവിക്കുന്നതായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ദാസൻ ആ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. ശ്രദ്ധിക്കണം എൻ്റെ വേർഡ്. അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല ദൈവത്തിൻ്റെ ദാസൻ ഇത് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഭംഗിയായിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടെ കടന്നുപോയി ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുന്ന ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ടല്ല ദൈവദാസൻ ഈ വേർഡ് പറയുന്നത്. പിന്നെയോ ആരാധനയ്ക്ക് വേണ്ടി കടന്നുപോയാൽ പലതും നഷ്ടമാകുവാൻ ചാൻസ് ഉണ്ട്. തങ്ങളുടെ സമ്പത്തുകളുടെ അപഹാരം കൂടെ സഹിക്കേണ്ടതായിരിക്കുന്ന സ്ഥാനത്ത് അഥവാ പല മാനനഷ്ടമുണ്ട്, പണനഷ്ടമുണ്ട്, എല്ലാ രീതിയിലും നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രം പറയുവാനുണ്ട്. ഈ സഭായോഗങ്ങളെക്കുറിച്ച് പോകുന്നതിനുണ്ട്. അത് നഷ്ടങ്ങളുടെ കഥകളാണ് പറയുവാനുണ്ട് എങ്കിൽ ഈ നഷ്ടങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ട് സഭായോഗം മുടക്കരുത് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ദാസൻ ഇവിടെ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ എൻ്റെ വേർഡ്. ഒരു സഭായോഗത്തിൻ്റെ വാല്യൂ ആണ് ഇന്ന് നമ്മൾ ചിന്തിപ്പിക്കുവാനായിട്ട് പോകുന്നത്. എന്തൊക്കെയോ ഒരു വലിയ കാര്യങ്ങൾ ദൈവം സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എത്രത്തോളം അത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് എന്നാലും ഇന്ന് ഈ ക്ലാസ്സിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരുവാനായിട്ട് കർത്താവ് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ നമ്മൾ കണ്ടതൊരു കാര്യമാണ്, ചിലർ ചെയ്യുന്ന പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. അപ്പോൾ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുതെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് ഒരു ജോലി, എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട് ആ പ്രാദേശിക സഭയോട് എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നതായിരിക്കുന്ന സഭയോട് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്തായിരിക്കണം ആ ഉത്തരവാദിത്വം? എന്തെല്ലാം നഷ്ടം വന്നാലും ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് ഒരിക്കലും ഞാൻ പിന്നോട്ട് പോകുവാനിടയാകരുത്. എന്തെല്ലാം നഷ്ടങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നാലും, എന്തെല്ലാം ത്യാഗം എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ട് വന്നാലും ഒരിക്കൽ പോലും അത് ഒരു ഉപേക്ഷയായി വിചാരിക്കുവാനിടയാകരുത്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, അന്ന് എബ്രായ വിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിച്ചതായിരിക്കുന്ന അതേ കാര്യങ്ങൾ ഇന്ന് വളരെ ഈസി ആയിട്ട് പുതിയ നിയമസഭയിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രതികൂലം ഉണ്ടായതുകൊണ്ടല്ല അത് ചെയ്യുന്നത്. പിന്നെയോ മറ്റ് പലവിധമായിരിക്കുന്ന മുട്ടാത്തക്കങ്ങൾ പറഞ്ഞുകൊണ്ട് സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കുന്ന ഒരു ഗണത്തിൻ്റെ നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം, ദൈവത്തിൻ്റെ ദാസൻ കൊടുത്ത വേർഡിൻ്റെ വാല്യൂ എന്തെന്ന്. പ്രതികൂലങ്ങളുടെ നടുവിൽ സഭായോഗത്തെ മുടക്കുന്നവരോട് ഇത്രമാത്രം കർക്കശമായിട്ട് ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞുവെങ്കിൽ അനുകൂലമായിരിക്കുന്ന സമയത്ത് സഭായോഗങ്ങളെ മുടക്കിയാൽ അതിൻ്റെ ശിക്ഷ എത്ര വലുതായിരിക്കും എന്നുള്ളത് നമ്മൾ ശാന്തമായി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമത് ഞാനിവിടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, പല കാര്യങ്ങൾക്ക് നമുക്ക് വില കൊടുക്കുവാനായിട്ട് സാധിക്കും, പല കാര്യങ്ങൾക്ക് നമ്മൾ വില കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ വില കൊടുക്കേണ്ട ഒരു വിഷയമാണ് ആരാധന എന്ന് സഭായോഗം എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ വില കൊടുക്കണം. ഇവിടെയാണ് എന്ത് നടക്കേണ്ടത്. ഈ സഭായോഗത്തിൽ കടന്നു വരുമ്പോൾ ആണ് ഞാൻ മുൻപേ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇവിടെ നടക്കുവാനായിട്ടിടയായിട്ടത്. ഒന്ന്, ലെറ്റസ് നമ്മൾ കണ്ടത് ലെറ്റസ് കൺസിഡർ വൺ അനദർ, തമ്മിൽ ഒന്ന് കരുതുക. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ഒറ്റപ്പെട്ട് നിൽക്കുവാനല്ല ഒരു വ്യക്തിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ മുൻപോട്ട് പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സ്പിരിച്വൽ
സ്പിരിച്വലി ഒരു പക്ഷേ ഇന്ന് വളരുവാൻ ഒത്തിരി സാഹചര്യങ്ങൾ ലോകത്തിൽ ഉണ്ടാകുമായിരിക്കാം. എങ്കിലും ദൈവത്തിൻ്റെ ദാസനിൽ കൂടെ ദൈവം വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഒരു പ്രാദേശിക സഭ ഉണ്ടായിരിക്കണം. ആ പ്രാദേശിക സഭയിൽ എന്തു വേണം? എനിക്ക് എൻ്റെതായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്, എനിക്ക് എൻ്റെതായിരിക്കുന്ന ജോലിയുണ്ട്. ആ ജോലിയിലേക്ക് ഞാൻ കടന്നു വരേണ്ടത് ആവശ്യമാണ്. ഒരു പ്രാദേശിക സഭ കൊണ്ട് ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുവാൻ ആഗ്രഹിച്ചത്. ലെറ്റ് us കൺസിഡർ വൺ അനദർ. തമ്മിൽ കരുതുന്നതായിരിക്കുന്ന ഒരു കാര്യം. രണ്ട് കൂട്ടം കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ നടക്കേണ്ടത്, ഒന്ന്, സ്നേഹത്തിൻ്റെ ഒരു പ്രവർത്തനം ആവശ്യമാണോ? രണ്ട്, സൽപ്രവൃത്തികളുടെ ഒരു പ്രവർത്തനം സഭയ്ക്കകത്ത് ആവശ്യമാണ്. ശ്രദ്ധിക്കുക, കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട് ശക്തിയോടെ ഒരിക്കൽ കൂടെ. രണ്ട് പ്രവർത്തനങ്ങൾ സഭയ്ക്കകത്ത് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഒന്ന്, സ്നേഹത്തിൻ്റെതായിരിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. അതുപോലെ തന്നെ സൽപ്രവൃത്തിയും നടക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ക്രിസ്തുവിൻ്റെ ശരീരമെന്നോ നമുക്കറിയാം. സഭയിലെ എല്ലാ വ്യക്തികളും ആ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളായിരിക്കുമ്പോൾ ദൈവം ഈ അവയവങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എഫേസ്യർ 4 അധ്യായം, എഫേഷ്യൻസ് ചാപ്റ്റർ 4, എഫേസ്യർ 4 അധ്യായം, അതിൻ്റെ 16 വാക്യം, വേഴ്സ് 16. അവിടെ മനസ്സിലാക്കണം, നിങ്ങൾ പേന എടുത്ത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. യുക്തമായി ചേർന്നും യെസ്, നെക്സ്റ്റ്, ഏകീഭവിച്ചും. രണ്ടായിട്ട് നിങ്ങൾ രണ്ട് ഭാഗങ്ങളായിട്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ഒന്ന് യുക്തമായി ചേരണം. രണ്ട്, ഏകീഭവിക്കണം. അപ്പോൾ ഈ രണ്ട് കൂട്ടം കാര്യങ്ങളാണ് സഭയ്ക്കകത്ത് നടക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. എന്താണ് ഒന്നാമത് പറഞ്ഞത്? യുക്തമായി ചേരണം. എന്താണ് ജോയിൻ്റ്ലി ഫിറ്റ് ടുഗദർ? അത് കറക്റ്റായിട്ട്, ദ പൊസിഷൻ കറക്റ്റായിട്ട് ചേരണം. നിങ്ങൾക്കറിയാം അതെന്തിനെക്കുറിച്ച് പറയുന്നു. നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ എന്തായിരിക്കുന്നു? ശരീരത്തിൻ്റെ അവയവങ്ങൾ. അപ്പോൾ നമ്മൾ ഒരവയവങ്ങളാകുന്നുവെങ്കിൽ ഈ അവയവങ്ങൾ എല്ലാം കൂടെ അതതിൻ്റെ സ്ഥാനത്ത് ചേർന്നെങ്കിൽ മാത്രമേ അതൊരു പ്രോപ്പർ ശരീരമായി തീരത്തുള്ളൂ. കൈ ഇരിക്കേണ്ട സ്ഥാനത്ത് കൈ പോകണം, കാലിരിക്കേണ്ടിടത്ത് കാല് പോകണം, കണ്ണുകൾ ഇരിക്കേണ്ട സ്ഥാനത്ത് കണ്ണുകൾ ഇരിക്കണം, അതുപോലെ ചെവികൾ ഇരിക്കേണ്ട സ്ഥാനത്ത് ചെവികൾ. ജീവിതത്തിൻ്റെ ഒരു ശരീരത്തിൻ്റെ സകല അവയവങ്ങളും ഏതെല്ലാം സ്ഥാനത്ത് ഒരു ശരീരം പ്രോപ്പറായി തീരണമെങ്കിൽ ആ ശരീരത്തിൻ്റെ അവയവങ്ങൾ എവിടെയാണ് ചേരേണ്ടത് ആ ഭാഗത്ത് ചേർന്നെങ്കിൽ മാത്രമേ ആ ശരീരം പ്രോപ്പറാകത്തുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, യുക്തമായി ചേരുക എന്ന് പറയുമ്പോൾ ചേരേണ്ട സ്ഥാനത്താണ് ഇത് ചേരേണ്ടത്. നിങ്ങൾ ഇതിൽ കൂടെ ഒന്ന് മനസ്സിലാക്കണം, സഭയുടെ നാരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ് ചേരേണ്ട സ്ഥാനത്ത് ചേർക്കുക എന്ന് പറയുന്നത്. ആരാധന ആവശ്യമായിരിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആവശ്യമായിരിക്കുന്നത്, ആത്മാവിൻ്റെ നടത്തിപ്പ് ആവശ്യമായിരിക്കുന്നത്, ദൈവവചനം ആവശ്യമായിരിക്കുന്നത് ഈ ചേരേണ്ട സ്ഥാനത്ത് ചേർക്കുവാൻ വേണ്ടിയാണ്. എവിടെയാണത് ചെന്നിരിക്കേണ്ടത്? ആ സ്ഥാനത്ത് ചെന്നിരിക്കുവാനാണ് സഭയിലെ പലവിധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഒരുമിച്ച് കൂടി നടക്കുമ്പോൾ സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സഭയിൽ ആയിരിക്കുമ്പോൾ മാത്രമേ ആത്മാവിൻ്റെ പ്രകാശനം വെളിപ്പെടുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏത് കൃപയാണ് എന്നുള്ളതിനനുസരണമായിട്ട് കൃപകൾ നമ്മൾ കൂടെ വെളിപ്പെടും. ആത്മാവിൻ്റെ ആരാധന വെളിപ്പെടുന്നില്ല എങ്കിൽ ദൈവിക കൃപകൾ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസിനനുസരിച്ചുള്ള ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ എന്നിൽ കൂടെ വെളിപ്പെടുവാൻ സാധ്യമല്ല. ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായിരിക്കുന്ന വ്യാപാരത്തിന് നടുവിൽ ആത്മാവിൽ ആരാധന വെളിപ്പെടുമ്പോഴാണ് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിച്ച ദൈവിക പർപ്പസിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കൃപ എന്നിൽ കൂടെ മാനിഫെസ്റ്റ് വെളിപ്പെടുവാനിടയായി തീരുന്നത്. ആത്മാഭിഷേകം പ്രാപിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവശക്തിയുണ്ട്, ദൈവം അവരിൽ വസിക്കുന്നുണ്ട്. എന്നാൽ പൊതുപ്രയോജനത്തിനായിട്ട് ആത്മാവിൻ്റെ വികാസനം അത്
പൊതുപ്രയോജനത്തിനായി നൽകപ്പെടണമെങ്കിൽ അത് ആരാധനക്കൂടെ മാത്രമേ സാധ്യമാകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ദൈവം ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന ജോലി പ്രവചനമാകുന്നുവെങ്കിൽ, വേറൊരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന ജോലി മധ്യസ്ഥത വഹിക്കുന്നതാകുന്നുവെങ്കിൽ, വേറൊരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന ജോലി മറ്റുള്ളവരെ കരുതുവാനാകുന്നുവെങ്കിൽ, ഈ ആത്മാവിൽ ആരാധന വെളിപ്പെടുമ്പോഴാണ് ഞാനും നിങ്ങളും പോലും ചിന്തിക്കാതെ നമ്മൾ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ആ പർട്ടിക്കുലർ ജോലിയിലേക്ക് നമ്മെ നടത്തുന്നത്. നമ്മളല്ല നടക്കുന്നത്. പിന്നെയോ പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് എങ്ങോട്ടെന്ന് പറഞ്ഞാൽ, ദൈവം എന്ത് പർപ്പസിന് വേണ്ടി എന്നെ വിളിച്ചിരിക്കുന്നുവോ അതിലേക്കായിരിക്കും ദൈവം എന്നെ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവജനം ഒരുമിച്ച് കൂടുമ്പോൾ ഒരു ശരീരം യുക്തമായി ചേരണമെങ്കിൽ ആത്മാവിൻ്റെ ആരാധന വെളിപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. 2, ദൈവവചനത്തിന് സ്ഥാനമുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ വചന സ്ഥാനം? ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും വെളിപ്പെടുത്തുവാനായിട്ട് കാരണമായിരിക്കുന്നത്. പല സന്ദർഭങ്ങൾ നമ്മൾ കേട്ടുമായിരിക്കുന്ന പല ദൈവിക ദൂതിൻ്റെ മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കപ്പെടുവാനുള്ള കാരണമെന്ന് പറയുന്നത് ദൈവം നമ്മോട് ഇടപെടുവാൻ കാരണമായി തീർന്നു. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഒരു ശരിയായിരിക്കുന്ന ഒരു സഭ, ഒരു നാമധേയ ഒരു സഭയെക്കുറിച്ചല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ സഭയെന്ന് പറഞ്ഞത് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സഭയാകുന്നുവെങ്കിൽ, ആ സഭയിൽ ആരാധന നടക്കുമ്പോൾ അവിടെയുള്ള വിശ്വാസികളെ ഒന്ന് മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. മോൾഡ് ചെയ്യപ്പെടുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അത് ക്രിസ്തുവിൻ്റെ ശരീരത്തോട് നമ്മെ ബന്ധിക്കുക. അപ്പോൾ നമ്മൾ ഇരിക്കേണ്ട സ്ഥാനം എവിടെ എന്നുള്ളത് ഇതിൽ കൂടെ മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ അത് നടക്കത്തില്ല, അല്ലെങ്കിൽ എവിടെങ്കിലും ആണെങ്കിൽ നടക്കത്തില്ല. ദൈവിക സഭയ്ക്കകത്ത് ദൈവിക ആരാധന വെളിപ്പെടുമ്പോൾ മാത്രമേ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കുമ്പോഴാണ്, ഞാൻ കൈയാണെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഞാൻ കൈയുടെ സ്ഥാനത്തിരിക്കത്തുള്ളൂ. ഞാൻ കൈയാണെന്ന് മനസ്സിലാക്കാത്തിടത്തോളം സമയം ഒരുപക്ഷെ ഞാൻ കാലിൻ്റെയോ കണ്ണിൻ്റെയോ പ്രവർത്തനമായിരിക്കും ചെയ്യുന്നത്. അതല്ല എന്നെക്കുറിച്ച് ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കുകയും ചിന്തിക്കുക. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിച്ചതായിരിക്കുന്ന അവസ്ഥയിലേക്ക്, ആഗ്രഹിച്ചതായിരിക്കുന്ന പദവിയിലേക്ക് അഥവാ യുക്തമായി ചേരണമെങ്കിൽ എന്തു വേണം? ഒരു സഭയ്ക്കകത്താണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. യുക്തമായി ചേരുക എന്ന് മാത്രമല്ല അവിടെ ആഗ്രഹിക്കുന്നത്. പിന്നെയോ രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നു, ഏകീഭവിക്കണം എന്ന് പറഞ്ഞാൽ, യുക്തമായി ചേരുക എന്ന് പറയുന്നു, ഏകീഭവിക്കുക എന്ന് പറഞ്ഞ രണ്ട്. യുക്തമായി ചേർന്നപ്പോൾ ചേർന്നു. എന്നാൽ ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ സകല അവയവങ്ങളും തമ്മിൽ ഒരൈക്യതയിലേക്ക് കടന്നു വരിക. അവർക്ക് തമ്മിൽ ഒരു ബന്ധമുണ്ടാകുക. ഒരു മുന്തിരിവള്ളിയിൽ കൊമ്പ് വസിക്കുന്നത് പോലെ ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിൽ, മനോഹരമായിരിക്കുന്ന മുന്തിരിച്ചെടിയിൽ വസിക്കുന്നതായിരിക്കുന്ന കൊമ്പുകളായിട്ട് നാം മാറ്റപ്പെടുക. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? അത് കറക്റ്റ്ലി യുണൈറ്റഡ് ടുഗദർ എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സഭയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണലി വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മനസ്സിലാക്കേണ്ട ഒരു വലിയ ആവശ്യം ഉണ്ട്. നമ്മൾ മീറ്റിംഗ് കഴിയുമ്പോൾ സേ ഹായ് ബായ് പറഞ്ഞേച്ച് പോകുന്നുവെങ്കിൽ ഒരിക്കൽ പോലും യുണൈറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. അതിനപ്പുറമുള്ളൊരു ബന്ധമാണ് ഒരു പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ്, ഒരു പേഴ്സണൽ ഒരു ബന്ധമെന്ന് പറയുന്നത്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്താ നമുക്ക് വേണ്ടത്? എനിക്ക് ബാക്കിയുള്ളവരോടൊരു വലിയ കടപ്പാടുണ്ട്, എനിക്ക് മറ്റുള്ള അവയവങ്ങളോടൊരു കടപ്പാടുണ്ട് എന്ന് മനസ്സിലാക്കി അതിനനുസരണമായിരിക്കുന്ന ഒരു പ്രവർത്തനം വെളിപ്പെടുത്തേണ്ട ഒരു സ്ഥലമാണ് സഭയെന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ സഭയ്ക്കകത്ത് നടക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് നടന്നതായിരിക്കുന്ന ഒരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സഭ വളർന്നുകൊണ്ടേയിരിക്കുന്ന സ്ഥാനത്ത്, ആക്ട്സ് ചാപ്റ്റർ 6, അവിടെ നമ്മൾ വേഴ്സ് 1-3, 1 മുതൽ 3 വരെയുള്ള ഭാഗം വായിക്കേണ്ട കാര്യമില്ല. സഭ അവിടെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ സഭയ്ക്കകത്ത് ഒരു പ്രശ്നം കടന്നു വന്നു. എന്താ പ്രശ്നമായി
പ്രശ്നമായിരിക്കുന്നത് വിധവമാരെ ഉപേക്ഷയായി വിചാരിച്ചു. ഈ ഒരു പ്രശ്നം കടന്നു വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആ സഭയുടെ നടുവിൽ നിന്ന് തന്നെ ദൈവത്തിൻ്റെ ദാസന്മാർ 7 പേരെ സെലക്ട് ചെയ്ത് അവരെ ഈ ജോലിക്ക് വേണ്ടി ആക്കുവാനായിട്ട് എന്താ വാസ്തവം സംഭവിച്ചത്? അവരെ നെഗ്ലക്റ്റ് ചെയ്തതായിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് കൊടുക്കേണ്ടതായിരിക്കും സ്നേഹം, അവരോട് കാണിക്കേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇവരെ പ്രേരിപ്പിച്ചു എന്നുള്ളത് ഇവരെ തെരഞ്ഞെടുത്തുവെന്ന് നിങ്ങൾക്കറിയാം. ആ ഭാഗം നിങ്ങൾക്കറിയാം. അപ്രകാരം 7 പേരെ തെരഞ്ഞെടുക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് സഭയ്ക്കകത്ത് നടക്കേണ്ട ഒരു പ്രവർത്തനമാണ്. സ്നേഹത്തിൻ്റെതായിരിക്കുന്ന ഒരു സൽപ്രവൃത്തി, സ്നേഹത്തോടു കൂടിയുള്ളതായിരിക്കും സൽപ്രവൃത്തി, തമ്മിൽ സ്നേഹിപ്പാനും സൽപ്രവൃത്തികൾ വെളിപ്പെടുത്തുവാനും ദൈവം സഭയെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ ഇപ്രകാരം എബ്രായർക്ക് എഴുതുമ്പോൾ പറയുകയാണ്, സഭയുടേതായിരിക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്കെന്ത് വേണം? സ്നേഹത്തിലും സൽപ്രവൃത്തികൾക്കും എന്ത് ചെയ്യണം? നിങ്ങൾ മുറുകെ പിടിക്കേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. എന്താ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ സ്നേഹിപ്പാനും അവരോട് നല്ല കർമ്മങ്ങൾ ചെയ്യുവാനും ദൈവം നമ്മെ വിളിച്ചിരിക്കുക. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കി അതിനനുസരണമായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് അത് പ്രസാദമാകത്തുള്ളൂ. രണ്ടാമത്തെ വിഷയത്തിൽ ഞാൻ കടന്നു വരട്ടെ. രണ്ടാമത് ആവശ്യമായിരിക്കുന്നത് ലെറ്റ് us exhort one another. വായിച്ചോട്ട് 25-ാമത്തെ വാക്യം. തമ്മിൽ പ്രബോധിപ്പിക്കുക. അപ്പോൾ ദൈവം സഭയിൽ കുറിച്ച് ആഗ്രഹിക്കുന്ന വിശ്വാസികൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രബോധനം. എനിക്ക് തോന്നുന്നു ചില നാളുകൾക്ക് മുമ്പ് പ്രബോധനം എന്നുള്ള വിഷയത്തെ നമ്മളൊന്ന് ഡീറ്റെയിലായിട്ട് നമ്മൾ പഠിക്കുവാനായിട്ടിടയായിത്തീർന്നു. നമ്മൾ മനസ്സിലാക്കി ഈ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ദൈവം പ്രബോധനത്തിന് എക്സോട്ടേഷൻ്റെ ഒരു വരം കൊടുത്തിരിക്കുമ്പോൾ ഏത് രീതിയിലാണ് അവർ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഒരിക്കൽ ബർന്നബാസിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചതായ സമയത്ത് ബർന്നബാസിനെയും പൗലോസും അവർ 2 പേരും കൂടെ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിൽ എന്തുകൊണ്ട് ബർന്നബാസ് ആ സ്റ്റെപ്പ് എടുത്തു, എന്തുകൊണ്ട് പൗലോസ് ആ സ്റ്റെപ്പ് എടുത്തു എന്നുള്ളത് ഞാൻ പറയുകയുണ്ടായി. 2 പേരും എടുത്ത സ്റ്റെപ്പിൻ്റെ തെറ്റല്ല, 2 പേരും ദൈവം അവരവർക്ക് കൊടുത്ത കൃപയ്ക്കനുസരമായിട്ട് അവർ മുറുകെ പിടിച്ച് നിന്നു എന്നുള്ളതാണ് സത്യമായിരിക്കുന്നത്. ബർന്നബാസ് എന്ന് പറയുന്ന ഒരു എൻകറേജറാണ്, ഒരു പ്രബോധനപുത്രനാണ്. അപ്പോൾ എന്താണ് ബർന്നബാസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? എത്രമാത്രം അട്ടേർലി തകർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരു രീതിയിലും രക്ഷപ്പെടുവാൻ സാധ്യമല്ലെന്നോ ഈ ബർന്നബാസിന് അറിയാമെങ്കിലും ബർന്നബാസിൻ്റെ വായിൽ കൂടെ നീ നശിച്ചു പോകുമെന്ന് പറയത്തില്ല, ദൈവം നിന്നെ ഉയർത്തുമെന്നേ പറയത്തുള്ളൂ. ഇത് സഭയ്ക്ക് വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു പ്രബോധനം എന്ന് പറയുന്നത് ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും തളർച്ചകളൊക്കെ കടന്നു വരുന്നതായ സ്ഥാനത്ത് അവരെ വാസ്തവത്തിൽ ബലപ്പെടുത്തേണ്ട ഒരു സ്ഥലമാണ് സഭയെന്ന് പറയുന്നത്. പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഒരു പക്ഷെങ്കിൽ ഒരു ആരാധന നടന്നിട്ട് 2.5 മണിക്കൂർ നമുക്ക് വേണ്ടതൊന്നും കിട്ടിയില്ലായിരിക്കാം, എന്നാൽ അതിനകത്ത് ഒരൊറ്റ വേർഡായിരിക്കും നമ്മെ പലപ്പോഴും ബലപ്പെടുത്തുവാനിടയായിത്തീർന്നത്. ഒരു പക്ഷേ മെസ്സേജ് ആയിരിക്കത്തില്ല നമ്മളെ ബലപ്പെടുത്തുന്നത്, പാട്ടിൻ്റെ ഒരു വരിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ വരിയാകണമെന്നില്ല, ആരെങ്കിലും പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുടെ ഒരു വരിയായിരിക്കാം. എന്താ വാസ്തവത്തിൽ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. വാസ്തവത്തിൽ ദൈവിക ആരാധന വെളിപ്പെടുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ആരാധന അവിടെ നടക്കുന്നുവെങ്കിൽ, ഒന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, ഏത് മനുഷ്യനും വേണ്ടതായിരിക്കുന്ന പ്രബോധനം, അവർക്ക് വേണ്ട എൻകറേജ്മെന്റ്, എക്സോട്ടേഷൻ ഈ സഭയ്ക്കകത്ത് അഥവാ ആ പർട്ടിക്കുലർ സഭയ്ക്ക് ഉണ്ടാകും. അവിടെ അത് വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും. ഒരിക്കൽ പോലും ഒരു വ്യക്തിയെ നെഗ്ലക്റ്റ് ചെയ്ത് പോകുന്ന ഒരു ദൈവമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കണ്ടിട്ടുള്ള 99 ആടിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു ദൈവമല്ല. 99 ആടിനെയും വിട്ടിച്ച് കാണാതെ പോയി ഒന്നിൻ്റെ പിന്നാലെ നടക്കുന്നതാണ് എൻ്റെ ദൈവമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, കടന്നു വരുന്ന 99 പേരും അനുഗ്രഹിക്കപ്പെട്ടിട്ട് ഈ അനുഗ്രഹിക്കപ്പെടാത്ത ഒരു വ്യക്തിയുടെ പിന്നാലെ എൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകൾ ചലിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്.
ദൈവത്തിന് പലതും കൊടുക്കുവാനുണ്ട്, ദൈവത്തിന് പലതും ചെയ്യുവാനുണ്ട്. ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, നമ്മളെ എൻകറേജ് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സഭയെക്കുറിച്ച് ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പ്രതികൂലങ്ങൾ അവർ കടന്നു വരുമ്പോൾ. പ്രത്യേകിച്ച് ഈ എബ്രായ വിശ്വാസികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ആ സമയത്ത് അവർക്ക് എൻകറേജ്മെൻറ്റ് ഒത്തിരി വേണ്ടവരാ. ഒരു പക്ഷെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവോ പിതാവോ വിശ്വാസത്തിന് വേണ്ടി മാറ്റപ്പെട്ടെന്നിരിക്കാം, കൊല്ലപ്പെട്ടെന്നിരിക്കാം. ആ സ്ഥാനത്താണ് അവരുടെ മക്കൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്. ഈ സ്ഥാനത്ത് അവർ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. ഒരു വാക്ക് പോലും, ഒരു മനുഷ്യൻ്റെ വാക്കിന് പോലും അവരെ ആശ്വസിപ്പിക്കുവാൻ സാധ്യമല്ലാത്തതായിരിക്കാം. എന്നാൽ മനസ്സിലാക്കണം, എളിയവരെ വെറും വാക്കുകൊണ്ട് താങ്ങുവാൻ യഹോവയായ കർത്താവ് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നുവെന്ന് യെശയ്യാവിൽ കൂടെ ദൈവത്തിൻ്റെ തിരുവചനം വെളിപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പലപ്പോഴും എന്നിലും നിങ്ങൾ കൂടെ ദൈവത്തിൻ്റെ നല്ല ആത്മാവ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അവരെ ബലപ്പെടുത്തുക എന്നുള്ള ശുശ്രൂഷയാണ്. ദൈവം അത് എക്സ്പെക്റ്റ് ചെയ്യുന്നു. സഭയ്ക്കകത്ത് അത് ആവശ്യമാണ്. എല്ലാവരും ഒരേ രീതിയിൽ എല്ലാം സന്തോഷമായിട്ട് വരുന്നവരാകണമെന്നില്ല. പ്രയാസങ്ങൾ, ഭാരങ്ങളുണ്ട്. എന്നാൽ അവരുടെ ഭാരങ്ങളുടെ നടുവിൽ, സഹോദര, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് തന്നെ അവർക്കൊരു വലിയ ആശ്വാസമാണ്. ദൈവം നിന്നെ വിടുവിക്കുമെന്ന് പറയുന്നത് അവർക്കൊരു വലിയ ആശ്വാസമാണ്. സഭയ്ക്കകത്തുണ്ടാകേണ്ട ഒരു കാര്യമാണ് എക്സോർട്ടേഷൻ. പ്രിയപ്പെട്ട, ഇത് ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. മറ്റുള്ളവർ ഇത് ആക്ച്വലി അതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു പക്ഷെങ്കിൽ അന്ന് ഒരു കാഴ്ചക്കാരനായിട്ട് പോയ എനിക്ക് അത് ഒരു വിഷയമായിരുന്നില്ല എങ്കിലും ഒരു പക്ഷേ ആവശ്യങ്ങൾ ഇരിക്കുന്നവർ അവിടെ കടന്നു ചെന്നിരുന്നെങ്കിൽ അതൊരു വലിയ ബലമായി മാറ്റപ്പെടുമായിരുന്നു. ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് പ്രബോധനം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ദാസനെ പറയുന്നു, അതെ, നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും എന്ത് വേണം? അധികമായിട്ട് നാം ചെയ്യേണ്ടതാണ്. എന്താ വേണ്ടത്? തമ്മിൽ നമ്മൾ പ്രബോധിപ്പിക്കണം. പ്രബോധനം മറ്റുള്ളവർക്ക് കൊടുക്കുക. എൻകറേജ് ഈച്ച് അതർ. വാസ്തവത്തിൽ നമ്മളും ബലപ്പെടുവാനുള്ള ഒരു മാർഗമാണ് മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ സാധിക്കുന്നത്, മറ്റുള്ളവരെ എക്സോർട്ട് ചെയ്യുവാൻ സാധിക്കുന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു കാര്യം കർത്താവായ യേശു പറയുന്നു, നീ എന്ത് അളവ് കൊണ്ട് അളക്കുന്നുവോ അത് നിനക്ക് തിരികെ കിട്ടും. എന്താ അളക്കുന്നത്? ഞാൻ ഒരു പ്രബോധനം മറ്റുള്ളവർ കൊടുക്കുന്നുവെങ്കിൽ എൻ്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ എനിക്കും ഒരു പ്രബോധനം ദൈവം 10 പേരെ ഒരുക്കാതിരിക്കത്തില്ല. ഒരു 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ഒരു 100 പേരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ ദൈവം ആൾക്കാരെ ഒരുക്കും. ഞാൻ പറഞ്ഞു വന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യം, ഒരു സഭയ്ക്കകത്ത് നടക്കേണ്ട ഒരു വിഷയമാണ് തമ്മിൽ പ്രബോധിപ്പിക്കുക എന്ന് പറയുന്നത്. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്, ദൈവം അത് വാഞ്ചിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും മറ്റുള്ളവരെ പിടിച്ച് പിന്നോട്ട് വലിക്കുവാനല്ല, പിന്നെയോ എനിക്കും നിങ്ങൾക്കും വേണ്ടത് മുൻപോട്ട് പോകുക. ആ ഒരു എൻകറേജ്മെൻറ്റ് ഞാൻ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ദൈവം എന്നെയും മുൻപോട്ട് വിടുകയാണ്. മൂന്നാമത്തെ വിഷയമാണ് പ്രധാനമായിട്ട് ചിന്തിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ മൂന്നാമത്തെ വിഷയം? ലെറ്റ് us not forsake the assembly. അറിയാം, അസംബ്ലി എന്നുള്ള സഭായോഗം എന്നുള്ള വേർഡ് അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഗ്രീക്ക് വേർഡ് എക്ലേസിയ. അത് നോട്ട് ചെയ്താട്ട്. എക്ലേസിയ, EKKLESIA. ആ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് the one called out. അപ്പോൾ ഇവിടെ പറയപ്പെടുന്ന കൂട്ടമെന്ന് പറയുന്നത് സഭായോഗം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിച്ചുകൊണ്ട് ആരാണ് സഭ എന്ന് പറയുന്നത്? കർത്താവ് രക്ഷിക്കപ്പെട്ട ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇവിടെ ആ സഭയിൽ ചേർത്തുകൊണ്ടിരിക്കപ്പെടുന്ന വ്യക്തികൾ, ദൈവത്തിൻ്റെ ദാസൻ ആഗ്രഹിക്കുന്നത് അവരെന്തുണ്ടാകരുത്, അത് ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ സഭായോഗം വളരെ ആവശ്യമാണ്. സഭായോഗം ഒരു വിശ്വാസിക്ക് വളരെ ആവശ്യമാണ്. സഭായോഗം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു വെള്ളിയാഴ്ച ആരാധന എന്നുള്ളതല്ല സഭായോഗം. അത് വെള്ളിയാഴ്ച ആരാധന അപൂർണമാണ്, മറ്റുള്ളത് ഇല്ല എങ്കിൽ. ശ്രദ്ധിക്കണം എൻ്റെ വേർഡ്. വെള്ളിയാഴ്ച ആരാധന അപൂർണമാണ്, മറ്റുള്ളതില്ല എങ്കിൽ. ദൈവം നമ്മെക്കുറിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുസരണമായിട്ട് നാം ഒന്ന് മോൾഡ് ചെയ്യപ്പെടണമെങ്കിൽ സഭ എന്ത് മീറ്റിംഗ് നടത്തുന്നുണ്ട് അതെല്ലാം ജനത്തിന് ആവശ്യമാണ്. ഓരോന്നിൻ്റെ പർപ്പസ് ഓരോന്നാ, ഒല്ലത്തിൻ്റെ പർപ്പസ് ഒന്നല്ല. ഒരു ബൈബിൾ സ്റ്റഡി നടക്കുന്നുവെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്ന ആരാധനയല്ല, ബൈബിൾ സ്റ്റഡിയാണ്.
അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് പ്രാർത്ഥനയല്ല, ബൈബിൾ സ്റ്റഡി. ഒരാരാധന നടക്കുന്നുവെങ്കിൽ ആരാധനയിൽ വളരെ പ്രാധാന്യമായിട്ടുള്ള രണ്ട് കാര്യം: ഒന്ന്, ദൈവത്തെ ആരാധിക്കുകയും; രണ്ട്, ദൈവത്തിൻ്റെ വചനമാണ്. ഒരു കോട്ടേജ് മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു സെൽ ഗ്രൂപ്പിൽ വാസ്തവമായിട്ട് പ്രസൻറ്റ് ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു തകപ്പൻ മെസ്സേജ് അല്ല, ഒരു റിലേഷൻഷിപ്പ്. ഇത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മാറ്റിയാൽ ആ ഒരു ഭാഗം വേക്കൻ്റാ. ഇത് മൂന്നും കൂടെ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നെങ്കിൽ മാത്രമേ ആ ഒരു എന്താണ് ആ സഭയ്ക്കുള്ള കാഴ്ചപ്പാട്, എന്താണ് സഭയ്ക്ക് ദൈവം കൊടുത്ത ദർശനം, അതിനനുസരണമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ആദ്യം ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിച്ച ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്, സഭായോഗം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് എന്ത് മാത്രമേ കാണത്തുള്ളൂ? അതല്ല, അത് മാത്രമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ആ പർപ്പസ് മീറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ എന്താ ഇവിടുത്തെ വിഷയം? എന്നാ ഇവിടെ ആ സഭായോഗങ്ങളെ ഉപേക്ഷയായി ഉപേക്ഷിക്കരുത്. നിങ്ങളതിനെ അലക്ഷ്യമായി തള്ളിക്കളയരുത്. നിങ്ങൾക്ക് അലക്ഷ്യമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ അതിൻ്റെ വില കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങൾക്കറിയാം, ഓരോ സഭായോഗങ്ങൾ നമ്മൾ കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധാനത്ത് നമ്മൾ കടന്നു വരുന്ന ഓരോ സന്ദർഭത്തിലും നമ്മൾ വെറുതെ പോകുമെന്ന് ചിന്തിച്ചുകൊണ്ടല്ല നമ്മൾ വരുന്നത്. നമുക്ക് ചിലത് അനുഗ്രഹം പ്രാപിക്കുന്നുള്ള ചിന്തയോടുകൂടാ വരുന്നത്. നമുക്ക് ചിലത് കൊടുക്കുവാനുണ്ട്, നമുക്ക് ചിലത് പ്രാപിക്കുവാനുണ്ട്. ശ്രദ്ധിക്കണം എൻ്റെ വേർഡ്. നമുക്ക് ചിലത് കൊടുക്കുവാനുണ്ട്, നമുക്ക് ചിലത് പ്രാപിപ്പാനുണ്ട്. നമുക്ക് കൊടുക്കുവാനുള്ളത് എക്സോട്ടേഷനാണോ, നമുക്ക് പ്രാപിക്കുവാനുള്ള സ്നേഹമാണ്. ഇത് രണ്ടും നടക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇതിന് ദൈവം ഒരു സഭ തന്നിരിക്കുമ്പോൾ, ഇവിടെ നമ്മൾ പറയപ്പെടുന്നതായിരിക്കുന്ന വേർഡിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ഇവിടെ എന്താ ഇവിടുത്തെ വിഷയമായിരിക്കുന്ന ഒരു കോൾഡ് ഔട്ട് കൂട്ടം, വേർതിരിക്കപ്പെട്ട ഒരു ഗണം, അവർ ഒരുമിച്ച് കൂടുവാൻ ദൈവം ആഗ്രഹിച്ച്, അവർ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന് നന്ദി പറയുവാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ദാസൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്, നിങ്ങൾ അത് ഉപേക്ഷിക്കരുത്, നിങ്ങളത് നിസ്സാരമായിട്ട് വിട്ടുകളയല്ലേ. അങ്ങനെയെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ മക്കൾക്ക് അതിൻ്റെ വാല്യൂ, അതിൻ്റെ വില ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ ചില പോയിന്റ്സ് ഞാൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് സഭായോഗം ആവശ്യമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ ദാസിൽ കൂടി ഇപ്രകാരം പറഞ്ഞത്, ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്? എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നത്? നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. എന്താണ് അതിൻ്റെ വിഷയം? നിങ്ങൾക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഒരു വാക്യം വായിച്ചോട്ടോ, എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് നമ്പർ 8. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. ഏഴാം ദിവസം നിങ്ങൾക്ക് എന്തായിരിക്കണം? അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഒരു കവനന്റ്, ഒരു ഉടമ്പടി കൊടുത്തപ്പോൾ, ആ ഉടമ്പടിയിൽ ദൈവം വെച്ചതായിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ശബത്ത് നാളിനെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. എന്താ ഈ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്? ദൈവം തൻ്റെ ദാസൽ കുടിപ്പാരം പറഞ്ഞു, ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് നിങ്ങൾ അറിയേണ്ടതിന് നിങ്ങൾ ശബത്തിനെ വിശുദ്ധമാക്കുക. അപ്പോൾ ശബത്തിൽ വാസ്തവമായിട്ട് സംഭവിക്കുന്നത് വെറുതെ വീട്ടിൽ കിടന്നുറങ്ങാനുള്ള ദിവസമല്ല, പിന്നെ എന്തിനുള്ളതാ? ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെല്ലേണ്ട ദിവസം. വായിച്ചോട്ട് ലേവിയ പുസ്തകം 23-ാം അധ്യായം, ലെവിറ്റിക്കസ് ചാപ്റ്റർ 23 വേഴ്സ് 3. ലെവിറ്റിക്കസ് 23:3. ദൈവം അവിടെ തിരുവനന്തപുരത്തിൽ കൂടെ നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു, എന്ത് ചെയ്യുവാൻ പറഞ്ഞു? 6 ദിവസം നീ വേറെ ചെയ്തു, 7-ാം ദിവസം എന്തുവാ? വിശുദ്ധ ശബത്ത്, സ്വസ്ഥതയ്ക്കുള്ള ദിവസമാണ്. പക്ഷെ അന്ന് നീ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആലയത്തിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവം വെച്ചതായിരിക്കുന്ന പഴയ നിയമത്തിൽ തന്നെ ദൈവം വെച്ചൊരു വ്യവസ്ഥയാണ്, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്ത് ചെയ്യണമെന്ന്? ദൈവത്തോടുകൂടെ ചേർന്നിരിക്കണം. 6 ദിവസം നീ വേല ചെയ്യുക, 6 ദിവസം നീ എന്ത് ചെയ്യുക? പക്ഷേ 7-ാം ദിവസം ദൈവത്തിന് പ്രത്യേകതയുള്ളൂ. ഇന്ന് നിങ്ങൾക്കറിയാം, ഇന്ന് പുതിയ നിയമസഭ ശബത്ത് ദിവസം അഥവാ ശനിയാഴ്ച ദിവസം അല്ല ആചരിക്കുന്നത്. കാരണം ഇന്ന് പുതിയ നിയമസഭയുടെ വിജയമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്.
യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഞായറാഴ്ച ആയതുകൊണ്ടും പെന്തിക്കോസ് നാൾ എന്ന് പറയുന്നത് ഞായറാഴ്ച ആയതുകൊണ്ടും ഇപ്രകാരം സഭ ഇന്ന് ആഘോഷിക്കുന്നത്, ദൈവത്തോടുള്ള കൂട്ടായ്മ ആചരിക്കുന്നത് പഴയ നിയമത്തിൻ്റെ പ്രമാണത്തിൽ നിന്നല്ല, പിന്നെയോ പുതിയ നിയമത്തിൻ്റെ ജയത്തിൽ നിന്നുകൊണ്ടാണോ സഭായോഗം കൂടുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഞായറാഴ്ച ദിവസം ദൈവത്തെ ആരാധിക്കുവാൻ, ദിവസത്തിന് പ്രത്യേകത ഇല്ലായെങ്കിലും ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ഞായറാഴ്ച ദിവസം ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു ചെല്ലുമ്പോൾ മനസ്സിലാക്കണം, ആ ഞായറാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ കർത്താവായ യേശുക്രിസ്തു മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ മാറ്റി ജയമെടുത്തിട്ടാണോ, ആ ജയമെടുത്തൊരു ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ എന്താ ദൈവമക്കൾക്ക് വേണ്ടത്? അറ്റ്ലീസ്റ്റ് ദൈവമക്കൾക്ക് ദൈവത്തോടുകൂടി ചേർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. എന്തിന്? ദൈവമാണ് അവരെ ശുദ്ധീകരിക്കുന്ന യഹോവ എന്നറിയേണ്ടതിന്. എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ഡേ അവർക്കൊരു ശുദ്ധീകരണത്തിൻ്റെ ദിവസമാണ്. ഒരു ശുദ്ധീകരണം നടക്കണം. അതുകൊണ്ടാണ് ഈ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഈ ശബത്ത് നാളിൽ അവർ എന്ത് ചെയ്തിരുന്നത്? സിനഗോഗിലേക്ക് അവർ കടന്നു പോയത്. എന്താ സിനഗോഗിൽ ഉണ്ടായിരുന്നത്? ദൈവത്തിൻ്റെ വചനം അവർ കേൾക്കുന്നു, ദൈവത്തിൻ്റെ വചനം അവർ പ്രസംഗിക്കുന്നത് മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ ജീവിതത്തെ അതിനനുസരണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, പഴയ നിയമത്തിൽ തന്നെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു ആഴ്ചയിൽ 6 ദിവസവും വേല ചെയ്യുന്ന മനുഷ്യന് 7-ാം ദിവസം ദൈവത്തോടു കൂടെ ചേർന്നിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, ജീസസ് കൺസിഡേർഡ് ആസ് ഇമ്പോർട്ടൻറ്റ്. കർത്താവായ യേശു ക്രിസ്തു അത് പ്രാധാന്യമായിട്ട് കണ്ടു. വായിച്ചാട്ട് മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 9. കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഉണ്ട് ശബത്തിൽ പള്ളിയിൽ. എനിക്ക് വേണ്ടത് ആ ലൂക്കോസ് 14:6 വായിച്ചാട്ട്. അവൻ വളർന്ന നസ്രത്തിൽ വന്നു. ശ്രദ്ധിക്കുക വേർഡ്, ശബത്തിൽ തൻ്റെ പതിവ് പോലെ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പതിവുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം ദാനിയേലിൻ്റെ ഒരു പതിവുണ്ടായിരുന്നു. ദാനിയേലിൻ്റെ പതിവ് ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. അത് പതിവാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പതിവുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ പതിവ് എന്തായിരുന്നു? എന്തെല്ലാം ജോലി ഉണ്ടെങ്കിലും ശബത്ത് ദിവസം എങ്ങോട്ട് പോകുമായിരുന്നു? കർത്താവായ യേശു ക്രിസ്തു അത്രയും വില കൊടുത്ത്. നിങ്ങൾ മനസ്സിലാക്കണം, വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പുത്രനായി കടന്നു വന്നവൻ, ഈ ലോകത്തിലായിരുന്ന യേശു, ആ ശബത്തിന് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് വാല്യൂ കൊടുക്കുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ, ആ സഭായോഗത്തിൻ്റെ വില മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും എത്രയധികമായിട്ട് അതിൻ്റെ വില മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു പതിവ് പോലെ ഒരൊറ്റ ശബത്ത് ദിവസം പോലും കർത്താവായ യേശു ക്രിസ്തു മുടക്കുവാൻ ഇടയായില്ല. മനസ്സിലാക്കേണ്ട വിഷയമാണ് ഒരു സഭായോഗം. അതിന് വിലയുണ്ട്. അത് ദുബായിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അതിൻ്റെ വില അതിനുണ്ട്. ഒരു സ്ഥലത്ത് മാത്രം എനിക്ക് അനുകൂലമായ സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ ആരാധിക്കാൻ കടന്നു പോകാം, അത് എനിക്ക് പ്രതികൂലമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എത്തി നോക്കത്തില്ല എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയാണ് നിങ്ങൾ ചിന്തിക്കരുത്. ദൈവത്തിന് പ്രസാദകരമായത് കർത്താവായ യേശു ക്രിസ്തു പതിവ് തെറ്റിച്ചില്ല. അവധിക്ക് പോയാലും പതിവ് തെറ്റിക്കത്തില്ല. വീട്ടിൽ ആയിരുന്നെങ്കിലും പതിവ് തെറ്റിക്കത്തില്ല. ഒരു കൊച്ചു പനി വന്നാൽ ഈ പതിവ് തെറ്റിക്കത്തില്ല. യേശുവിന് പനി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയമെന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു ശബത്തിന് വില കൊടുക്കുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ ഒന്ന് ചിന്തിച്ചോണേ, ഞാനും നിങ്ങളും എത്രയധികമായിട്ട് അതിന് വില കൊടുക്കേണ്ടവരാ. മൂന്നാമത്തെ പോയിന്റ്, ദി ഏർലി ഡിസൈപ്പിൾസ്. The early disciples considered it as important. ആദിമ നൂറ്റാണ്ടിലെ ശിഷ്യന്മാർ അത് വളരെ വിലയുള്ളതായിട്ട് കണ്ടു. ചേട്ട് അപ്പോസ്തലപ്രവൃത്തി 4:31, ഈ ഭാഗം ഒത്തിരി നിന്ന് ചിന്തിപ്പിക്കാൻ വളരെ നല്ലൊരു ഭാഗമാണ്. ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ, സഭ ഇത് വളരെ വിലയുള്ളതായിട്ട് കണ്ടു. വായിച്ചാട്ട് ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സ് 31. ഇങ്ങനെ അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ, അവർ പ്രാർത്ഥിച്ചപ്പോൾ ആ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരങ്ങൾ അവരുടെ മേൽ വ്യാപരിച്ചു. നിങ്ങൾക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന കാഴ്ച മറ്റൊന്നുമല്ല. അവർ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ കൃപാവരങ്ങൾ വെളിപ്പെട്ടു. ദൈവം അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവരെ പ്രൊമോട്ട് ചെയ്തു. ദൈവം അവരെ അയച്ചു.
ഇതെല്ലാം എവിടെയാണ് സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ആരാധനയുടെ മധ്യത്തിൽ സഭായോഗങ്ങൾ പല അനുഗ്രഹങ്ങൾ ഉണ്ട്. സഭായോഗങ്ങൾ പല അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാനുണ്ട്. അത് വെറുതെ വന്ന് വെച്ച് വെറുതെ പോകുവാനുള്ള ഇടമല്ല. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള ഇടമാണോ സഭായോഗം? ദൈവത്തിൻ്റെതായിരിക്കുന്ന കൂട്ടായ്മ ഞാൻ ആചരിക്കുമ്പോൾ തന്നെ, ദൈവത്തോടുള്ള ബന്ധം ഞാൻ ആചരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണേ, ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന സമയം, ദൈവത്തിൻ്റെ കൃപ ഞാൻ പ്രാപിക്കുന്ന സമയം, ദൈവിക ശുശ്രൂഷകൾ വിവേചിക്കപ്പെടുന്ന സമയം, ഇതെല്ലാം അവിടെ കാണുന്നുണ്ട്. നമ്മൾ ഇവിടെ എല്ലാം ഈ കാണുന്ന സന്ദർഭങ്ങളൊക്കെ ഒരു കാര്യം കണ്ടു. ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിച്ചില്ല. അവർക്കുണ്ടായിരുന്ന ഒരു സഭായോഗം, അവരതിന് വില കൊടുത്തു, അതിന് വാല്യൂ ഉണ്ടായിരുന്നു. അവർ മറ്റുള്ള കാര്യങ്ങളുടെ പിന്നാലെയല്ല കടന്നു പോകാൻ ആഗ്രഹിച്ചത്, പിന്നെയോ ആ സഭായോഗത്തിനോ അതിന് വില കൊടുത്തു. വായിച്ചേട്ട താഴെ, അവർ ഏത് സന്ദർഭത്തിൽ വരെ, ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പെർസിക്യൂഷൻ, പ്രതികൂലങ്ങളുടെ നടുവിൽ പോലും അവർ സഭായോഗം ഉപേക്ഷയായി വിചാരിച്ചില്ല. Acts 7:58, 9th chapter verse 1 and 2, chapter 12 verse 1 to 3. നിങ്ങൾക്കറിയാം, 2 പെർസിക്യൂഷനെ കുറിച്ചാണ് അവിടെ പറഞ്ഞു വരുന്നത്. 1 ശൗലിൻ്റെതായിരിക്കുന്ന പെർസിക്യൂഷൻ, 2 ഹെരോദാവിന് പത്രോസിനെ കൊല്ലുവാൻ ആഗ്രഹിച്ച് അതിൻ്റെ തലേ രാത്രിയിൽ എന്ത് ചെയ്തു? പത്രോസിനെ കൊല്ലാൻ പോവുക, അതുകൊണ്ട് ഇനിയും നമുക്കിപ്പം കൂടണ്ട, അവിടെ ഇവിടെ ഇരുന്ന് ടെലിഫോണിൽ കൂടെ പ്രാർത്ഥിക്കാമെന്നല്ല സഭ ആഗ്രഹിച്ചത്. സഭ ആഗ്രഹിച്ചത് അവർ ഒരുമിച്ച് കൂടി അവർ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു. എന്ത് പ്രതികൂലങ്ങൾ മുൻപിൽ കടന്നു വന്നാലും ആ പ്രതികൂലങ്ങൾ ഇട്ടേച്ച്, അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ ഉള്ളത് കൊണ്ട് ആരാധന മുടക്കാമെന്നുള്ളതല്ല. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, ഈവൻ തല പോകേണ്ടി വന്നാലും സഭായോഗം മുടക്കരുത്. എഴുന്നേൽക്കാൻ ദൈവം കൃപ തന്നിട്ടുണ്ടെങ്കിൽ, നടക്കുവാൻ ദൈവം കൃപ തന്നിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരിക്കലും ആരാധന മുടക്കരുത്, സഭായോഗം മുടക്കരുത്. ആദിമ നൂറ്റാണ്ടിലെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ ആരാധനയ്ക്ക് വില കൊടുത്തു. നെക്സ്റ്റ്, 4ാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ദ കമാൻഡ്മെന്റ് ഓഫ് ഗാഡ്. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. വായിച്ചാട്ട് ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് 24. ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യരുത്? ദൈവം കൊടുത്തിരിക്കുന്ന ഒരു, ദൈവം തൻ്റെ ദാസനിൽ കൂടെ കൊടുത്തിരിക്കുന്ന ഒരു കൽപ്പനയായത്. ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങൾ എന്ത് ചെയ്യരുത്? ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ഓഫ് ഗാഡ്. എന്തുകൊണ്ടാണ് ഞാനിത് കമാൻഡ്മെന്റ് എന്ന് പറയുവാൻ കാരണം, നിങ്ങൾക്കറിയാം, ഈ സഭായോഗത്തിൻ്റെ നടുവിൽ നടക്കുന്ന പല ശുശ്രൂഷയുണ്ട്. 1 ഏതാ? ആരാധന. 2 എന്ത് നടക്കണം? ലോർഡ് സപ്പർ. ഇതൊക്കെ കർത്താവ് പറഞ്ഞത്, ഞാൻ വരുവോളും നിങ്ങൾ കൂടി വരുന്ന സമയത്തൊക്കെ നിങ്ങളിത് ചെയ്യുവീൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് എവിടെയാ? സഭായോഗത്തിൽ. അപ്പോൾ അത് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയെ നാം ലംഘിക്കുകയാണ്. ദ കമാൻഡ്മെന്റ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കൽപ്പനയെ നാം ഉടക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനയെ ഞാൻ അനുസരിക്കാതിരിക്കും. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, സഭായോഗത്തിൽ അനേക കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ആദ്യം ചെയ്യുന്നത് പറയുന്നത്, കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. തുടർന്നാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മൾ വാഞ്ചിക്കുന്നത്. പക്ഷേ ദൈവം നമ്മൾ കൂടെ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, ആരാധനയെ നമ്മൾ മുടക്കരുത്. മുടക്കിയാൽ നാം ദൈവകൽപ്പനയെ ഞാൻ ലംഘിക്കുക. ദൈവകൽപ്പനയെ ലംഘിച്ച ആളുടെ കുഴപ്പം എന്നാണെന്നറിയാമല്ലോ. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നവൻ ആരും, ഈ കല്ലിന്മേൽ ആരെങ്കിലും മുട്ടിയാൽ അവൻ എന്തു ചെയ്യും? ഇടറി വീഴും. ഒരു കാരണവശാലും അവർക്ക് നിൽപ്പാനായിട്ട് സാധ്യമല്ല. അതിന് പ്രതികൂലമായിട്ട് പ്രവർത്തിക്കുവാൻ സാധ്യമല്ല, അനുകൂലമായി മാത്രമേ പ്രവർത്തിക്കുവാൻ സാധിക്കുള്ളൂ. സമയം എൻ്റെ മുൻപിൽ വളരെ കുറഞ്ഞു, ഞാൻ മുമ്പോട്ട് കടന്നു പോകുകയാണ്. നെക്സ്റ്റ്, ദ ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾക്കറിയാം, ഫസ്റ്റ് വായിച്ചിട്ട് 1 Corinthians chapter 12 verse 12 and 13. ശരീരം ഒന്നും അതിന് അവയവം പലതുമായിരിക്കെ
എല്ലാം ഒരു ശരീരം. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, സഭ എന്ന് പറയുന്നത്, സഭയുടെ പൂർണ്ണത എന്ന് പറയുന്നതാണ് ഏത് ഒരു ശരീരം. അതാണ് അപൂർണത. അതിലൊന്ന് വന്നില്ലെങ്കിലോ? നമ്മൾ ഞാനതാ പറഞ്ഞൊരു അതിശയോക്തിപരമാണെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു ചിന്ത തരാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ഞാൻ നിങ്ങളും. അതാണ് എൻ്റെ പൂർണ്ണത, പെർഫെക്ഷൻ അവിടെയാണ് വെളിപ്പെടുന്നത്. എൻ്റെ പ്രസൻസ് ഇല്ല എങ്കിൽ അതിൻ്റെ അപൂർണത സഭയിലുണ്ട്. ഞാൻ ഒരു ദിവസം മടിച്ചു വരാതിരുന്നാൽ അതിൻ്റെ അപൂർണത സഭയിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വേർഡ്. ദൈവം എല്ലാവർക്കും ജോലി കൊടുത്തിട്ടുണ്ട്. ആരും ജോലിയില്ലാത്തവരായിട്ടില്ല. നിങ്ങൾ വരാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ ഞാൻ വരാത്തിടത്തോളം കാലം ആ ജോലി ചെയ്യുവാനായിട്ട് അതവിടെ ബ്രേക്കായിട്ട് കിടക്കുക. എന്താ ആവശ്യമായിരിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന എല്ലാം ജോയിൻ്റ്ലി ഫിറ്റ് ടുഗദർ. ദൈവം അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ദൈവം നമ്മൾ കൂടെ ആഗ്രഹിക്കുന്നത്. സഭായോഗത്തെ നമ്മൾ ഉപേക്ഷയായി കാണരുത്. നെക്സ്റ്റ്, 6th one, recognizing that the danger of forsaking is apostasy. The danger of forsaking is apostasy. സഭായോഗത്തെ നമ്മൾ ഉപേക്ഷയായി വിചാരിക്കുമ്പോൾ സംഭവിക്കുന്നത് വിശ്വാസത്യാഗം. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വ്യക്തിയുടെ ആത്മീയ താല്പര്യം എങ്ങനെ വെളിപ്പെടുമെന്നറിയാമോ? ഒരു വ്യക്തിയുടെ ആത്മീയ താല്പര്യം എങ്ങനെ വെളിപ്പെടുമെന്നറിയാമോ? അവരുടെ കൂട്ടായ്മയുമായിട്ടുള്ള ബന്ധം നോക്കിയാൽ മതി. ദൈവത്തോട് എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ എന്തോടെ കാണും? നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ കാണുന്നത് എന്താ നോർമലി ചെയ്യുന്നത്? വിശ്വാസത്യാഗത്തിലേക്ക് നടത്തുക. അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടതായിരിക്കുന്ന ഒരു സ്റ്റെപ്പിലേക്ക് അവർക്ക് നിൽക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ലീഡേഴ്സിനോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ചർച്ചിൽ ഏതെങ്കിലും ഒരു പുതിയ വ്യക്തി വന്നാൽ നമ്മുടെ ഡ്യൂട്ടിയാണ് മസ്റ്റായിട്ട് അവരെ സെൽ മീറ്റിങ്ങിലും അവരെ ബൈബിൾ സ്റ്റഡിയിലും എത്തിക്കാൻ. ഇല്ലായെങ്കിൽ ഒരിക്കൽ പോലും നമുക്ക് അവരെ ബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. എന്ത് പറ്റുമെന്നറിയാമോ? നിങ്ങൾക്കറിയാം, പതിവായിട്ട് ഇങ്ങനെ വരുന്നവരെ നോക്കൂ. ഒരാഴ്ച ഒരു ബൈബിൾ സ്റ്റഡി മുടക്കി, രണ്ടാമത്തെ ആഴ്ച ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിനകത്ത് വരാൻ. മൂന്നാമത്തെ ആഴ്ച വരുമ്പോഴത്തേന് വെള്ളിയാഴ്ചയും മുടക്കും. പിന്നെ ഈ ആളിനെ കാണത്തേയില്ല. എന്താ ചെയ്യുന്ന? വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിശ്വാസത്യാഗത്തിലേക്ക് പോവുക. നിങ്ങൾ ഗൗരവമായിട്ട് നിങ്ങൾ ചിന്തിച്ചോണേ. ഒരു ചെറിയ വിഷയമല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്, ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ഞാനും നിങ്ങളും വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എനിക്കും നിങ്ങൾക്ക് വളർച്ച ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾക്കറിയാം, നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് ആ ഫോർത്ത് വാണിങ്ങിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് നിലനിൽക്കുക സ്റ്റെഡ്ഫാസ്റ്റ്നെസ്. അതാണ് നമ്മൾ ചിന്തിപ്പിക്കുവാൻ പോകുന്നത്. ഇതിനു മുൻപ് നമ്മൾ കണ്ടത് വിശ്വാസത്യാഗം എന്നുള്ള വിഷയമാണ്. വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരേണ്ട സ്ഥാനത്ത് വർദ്ധിച്ചു വരാതെ പിന്നോട്ട് പോകുന്നത് നാം പിന്നോട്ടേ പോയിക്കൊണ്ടിരിക്കും. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഒരു സ്നേഹിതനോ സ്നേഹിതയോ ആയിക്കൊള്ളട്ടെ, ആത്മീയമായിട്ട് വളർത്തപ്പെടുവാൻ അവർ വളർത്തപ്പെടുന്ന കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിത്ത് ഓൾ മൈ ഹംബിൾനെസ് ഞാൻ പറയട്ടെ, ഒരൊറ്റ മീറ്റിംഗ് പോലും മുടക്കുവാൻ അവരെ അനുവദിക്കരുത്. നിങ്ങൾ എഴുതി വെച്ച് നിങ്ങൾ നോക്കൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പേഴ്സണലി ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് നോക്കിയപ്പോൾ മനസ്സിലായി, ദൈവം സഹായിക്കുന്നെങ്കിൽ അടുത്ത മാസം 19-ാം തീയതി ആകുമ്പോൾ ബൈബിൾ സ്റ്റഡി എടുക്കാൻ തുടങ്ങിയിട്ട് 20 കൊല്ലമാകാൻ തുടങ്ങുക. ഇത്രയും കാലത്തെ എൻ്റെ ജീവിതത്തിൽ അനേകരെ കാണുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്, അനേകരെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ കണ്ടിരിക്കുന്ന കാഴ്ച, ആ ദൈവ മക്കളുമാരുടെ കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ പിന്മാറ്റ ജീവിതം വളരെ ഈസിയാണ്. പിന്മാറ്റത്തിലേക്ക് വളരെ പെട്ടെന്ന് പോകുവാൻ സാധിക്കും. കാരണം അവക്കാരുമില്ല ഒന്ന് കണക്ക് കൊടുക്കുവാൻ.
അവക്കാരുമില്ല ഒന്ന് ചോദിക്കുവാൻ, എന്തി എന്ന് ചോദിക്കുവാൻ പോലും ആരുമില്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, വളരെ സീരിയസ് ആകുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സഭായോഗം ഒരിക്കൽ പോലും ഉപേക്ഷയായി വിചാരിക്കുവാൻ ഇടയാകരുത്. നെക്സ്റ്റ് പോയിന്റ്, ദ സ്പിരിച്വൽ ഗ്രോത്ത് കംസ് ത്രൂ ദി അസംബ്ലി. ആത്മീയ വർധന സഭയിൽ കൂടിയാണ്, സഭായോഗത്തിൽ കൂടിയാണ് ലഭിക്കുന്നത്. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 11 and 12 സഭയുടെ കെട്ടുറപ്പിനെ അവിടെ കാണിക്കുക. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്തിന്, എന്താണ് അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? താഴോട്ട് പറയുന്നത് ഓരോ അവയവും യുക്തമായി ചേരേണ്ടതിന്, ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പർപ്പസിലേക്ക് കടന്നു വരേണ്ടതിന്. ഇതാണ് ഞാൻ വേറൊരു ഭാഗത്ത് ഞാൻ കോട്ട് ചെയ്തത്. ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയമായിരിക്കുന്ന വളർച്ച. ആത്മീയമായിട്ട് നമുക്ക് വളർത്തപ്പെടുവാൻ സാധിക്കണമെങ്കിൽ ഈ സഭായോഗം നമുക്ക് വളരെ ആവശ്യമാണ്. എന്താ സാധാരണ സഭായോഗം മുടക്കാനുള്ള കാര്യമെന്ന? അതിൻ്റെ ഒത്തിരി കാരണങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും, എക്സ്ക്യൂസ് ഒത്തിരി പറയുവാൻ സാധിക്കും. പക്ഷെ എന്താ ഈ സഭായോഗത്തിൽ കൂടെ ആഗ്രഹിക്കുന്നത്? നിനക്ക് ഒരാത്മീയ വളർച്ച ഉണ്ടാകണമെങ്കിൽ, നിന്റെ ഉത്തരവാദിത്വം നടക്കണമെങ്കിൽ സഭയ്ക്കകത്ത് കടന്നു വന്നേ പറ്റത്തുള്ളൂ. സഭയ്ക്കകത്ത് കടന്നു വരാത്തിടത്തോളം കാലം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിച്ച അവസ്ഥയിലേക്ക് എനിക്ക് നിങ്ങൾക്കും കടന്നു വരുവാൻ സാധ്യമല്ല. ഒരാളെ ഞാൻ എൻകറേജ് ചെയ്യണമെങ്കിൽ വീട്ടിൽ നിന്ന് ടി വി കാണുമ്പോൾ പ്രൈസലോട് പറഞ്ഞാൽ എൻകറേജ് ചെയ്യത്തില്ല. ടി വിക്ക് അത് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. എന്നാൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാളോട് പറയുക, കുഞ്ഞെ കർത്താവ് വിടുവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he will be encouraged. പ്രവർത്തിക്കുവാനുള്ള അവസരം, പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഇതിനകത്താ, വെളിയിലല്ല. ദൈവം വെച്ചിരിക്കുന്ന സകല മീഡിയാസ് നല്ലതാണ്. ഒരിക്കൽ പോലും ടി വി പ്രോഗ്രാം കാണരുതെന്ന് പറയത്തില്ല, കാരണം നമ്മളും അതിനകത്തുള്ളതാണ്. ബട്ട് ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇത് വിട്ടേച്ച് അത് ചെയ്യണമെന്നുള്ള തെറ്റ്. ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. ദൈവത്തിനൊരു പേർപ്പസ്, ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്, ദൈവത്തിനൊരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മീയമായിട്ട് വളർത്തപ്പെടുവാൻ നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയെ നിങ്ങൾ എടുത്തു നോക്കിയോ? വീട്ടിൽ ഇരുന്നിട്ട് ആത്മീയമായി വളർത്തപ്പെട്ട ഒറ്റ വ്യക്തിയെ അങ്ങ് കാണിച്ചു തരാമോ? മാന്യമായിട്ട് 10 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റത്തില്ല, പിന്നെ ആ 2.5 മണിക്കൂർ ദൈവത്തിന് മുമ്പാകെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു താല്പര്യമുള്ളവനാണെങ്കിൽ എന്തും മുടക്കി എങ്ങോട്ട് വന്നേനെ. മനസ്സിലാക്കി, ഇതൊക്കെ വെറും മുടന്തന്യായങ്ങളാണ്. ഇതൊക്കെ എൻ്റെ ഭാഷയിലും തിരുവചനത്തിൻ്റെ ഭാഷയിലും പറഞ്ഞാൽ ഇതൊക്കെ പിന്മാറ്റ ജീവിതത്തിൻ്റെ തുടക്കമാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ദൈവത്തിനെ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥമല്ല ബൈബിൾ ക്ലാസ് മുടക്കാൻ. അതിനതിൻ്റെ പർപ്പസ്. നിങ്ങൾ ഒത്തിരി പ്രഗത്ഭന്മാരെ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. അതിൻ്റെ അർത്ഥമല്ല ഇത് മുടക്കണമെന്ന്. ഇതിൻ്റെ വാല്യൂ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്, എനിക്കൊരു സിൻസിയാരിറ്റി ഉണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം, കർത്താവിദാസൻ പീറ്റർ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ട് ദൈവം എനിക്കൊരു വെളിപ്പാട് ഒന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയാതിരിക്കുക. ഞാനൊരു കാര്യം ഒന്ന് ചിന്തിച്ചു. അന്ന് ദൈവം ആ വേർഡ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് ചിന്തിച്ചാൽ മതി. 2 പുത്രന്മാരുടെ കഥ കർത്താവായ യേശു പറയുന്നുണ്ട്. ഒന്ന് മുടിയനായ പുത്രൻ, മറ്റേത് മൂത്ത മകൻ. ഞാനൊന്ന് ചിന്തിച്ചു, മൂത്ത മകൻ്റെ പ്രത്യേകത. നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് പഠിക്കണേ, മൂത്ത മകൻ്റെ പ്രത്യേകത എന്തുവാന്ന്. മൂത്ത മകൻ അപ്പൻ്റെ ഭവനത്തിലാണ്, പക്ഷേ അപ്പനുമായിട്ട് ബന്ധമില്ല. കാരണം എന്നാണെന്നറിയാമോ? അപ്പനോട് അവൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുണ്ട്, ഇതുവരെ എൻ്റെ ചങ്ങാതിമാരുമായിട്ടൊന്ന് ഉല്ലസിപ്പാൻ നീ ഇതുവരെ എനിക്കൊരു ആട്ടുംകുട്ടിയെ തന്നില്ല. അപ്പൻ്റെ വീട്ടിലാണ് താമസിക്കുന്ന എങ്കിലും പുള്ളിക്ക് എന്തോ ഇല്ല. സ്വാതന്ത്ര്യമില്ലാത്തതല്ല, ഒരു സന്തോഷമില്ല. സംഗതി താമസം അപ്പൻ്റെ വീട്ടില്ല, പക്ഷെ എന്തോ ഇല്ല. 2,
അപ്പൻ്റെ ഹൃദയവും ഈ മകൻ്റെ ഹൃദയവും രണ്ടും രണ്ടിടത്താണ്. അപ്പൻ്റെ സന്തോഷമല്ല മകൻ്റെ സന്തോഷം. മകൻ അപ്പൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെങ്കിൽ ഇപ്പം മോൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നീ എനിക്ക് സ്നേഹിതന്മാരോട് സന്തോഷിപ്പാൻ നീ എനിക്കൊരു ആട്ടുംകുട്ടിയെ തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അപ്പനോടുള്ള ബഹുമാനം കൊണ്ട്, അപ്പൻ്റെ മുഖം കണ്ടതുകൊണ്ട് ഞാൻ അപ്പച്ചനോട് തന്നെ താമസിച്ചു. പക്ഷെങ്കിൽ എൻ്റെ മനസ്സുകൊണ്ടല്ല ഞാൻ അപ്പച്ചനോട് താമസിച്ചു. ഇനി നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിച്ചു, ഒത്തിരി ഉണ്ട് അതിനകത്ത് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, സ്വന്തം ഭവനത്തിൽ താമസിക്കുമ്പോൾ ആ ഭവനമായിട്ട് ബന്ധമില്ല. താമസിക്കുന്ന ഭവനത്തിനകത്താണ്, പക്ഷേ ഭവനമായിട്ട് ബന്ധമില്ല, അപ്പനുമായിട്ട് ബന്ധമില്ല. എന്ത് സംഭവിച്ചു? വിരുദ്ധമായിരിക്കുന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ചിലർ ചെയ്യുന്നത് പോലെ സഭായങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. അടുത്ത തിങ്കളാഴ്ച അതിൻ്റെ റിസൾട്ട് കാണുമെന്ന് ചിന്തിക്കുക. ചിലർ ചെയ്യുന്നത് പോലെ സഭായങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. പിന്നീട് എന്താ വേണ്ടത്? ഗീവ് വാല്യൂ ഫോർ ഇറ്റ്. അതിന് വില കൊടുക്കുക. സഭായോഗത്തിൻ്റെ വില, അത് എന്ത് കാരണമാണെങ്കിലും വേണ്ടില്ല, എന്തെല്ലാം അത് മാറ്റിവെക്കേണ്ടി വന്നാലും അത് മാറ്റിവെക്കാൻ തീരുമാനിക്കുക. ഗീവ് ഇമ്പോർട്ടൻസ് ടു ഇറ്റ്. നിങ്ങൾ ഒറ്റ മാസം നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമോ ഇല്ലയോ? ദൈവത്തിൻ്റെ കരങ്ങൾ കാണുവാൻ സാധിക്കും, ദൈവത്തിൻ്റെ കൃപ കാണുവാൻ സാധിക്കും, ദൈവം നമ്മളെ ആത്മീയമായി വളർത്തുവാൻ സാധിക്കും, ദൈവത്തിന് നമ്മളെ ബലപ്പെടുത്തുവാൻ സാധിക്കും, ദൈവീയ കൃപ നമ്മൾ കൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം മുഖാന്തരം ഒരുക്കും. ഒരു നിമിഷം നമ്മുടെ എല്ലാവരുടെയും കണ്ണുകളെ അടച്ചാട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ മുഖത്തെ കണ്ണുകൾ തിരിച്ചുകൊണ്ടിരുന്ന രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം നാം കേട്ടതിന് മുൻപിൽ ഒന്ന് ശാന്തമായിട്ട് ദൈവത്തിന് മുൻപാകെ എന്ന് പറയുമോ, എൻ്റെ കർത്താവേ, ഹല്ലേലൂയ, ഞാൻ ആയിരിക്കുന്നിടത്ത് എബ്രായ വിശ്വാസികളുടെ ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. എൻ്റെ കർത്താവേ, അതിൻ്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കുന്നു, അതിന് ഞാൻ വില കൊടുക്കുക. ഞാൻ മാത്രമല്ല, എൻ്റെ അനേക സഹോദരങ്ങൾ അതിന് വില കൊടുക്കാതിരിക്കുമ്പോൾ അവർക്കും അത് മനസ്സിലാക്കി കൊടുക്കുവാൻ ഇതാ എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു തരുന്നു.